പരിശുദ്ധ റസൂലിന്റെ കാലഘട്ടത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം, മദീനയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പിതാവിനെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു, പരിപാലിച്ചിരുന്നു. എല്ലാ ദിവസവും പിതാവിന്റെ അടുക്കലേക്ക് പോകും. എന്ത് ജോലി കഴിഞ്ഞാലും പിതാവിന്റെ അടുക്കലേക്ക് ഓടിപ്പോകും ഈ ചെറുപ്പക്കാരൻ കുട്ടി, പിതാവിന് സേവനം ചെയ്യാൻ. ഒരു ദിവസം പിതാവിന്റെ അടുക്കലേക്ക് പോകുമ്പോ ഒരു പെണ്ണ് ഈ ചെറുപ്പക്കാരനെ നോട്ടമിട്ടു. സുന്ദരനായ യുവാവ്. ഇവൻ എങ്ങനെയെങ്കിലും വശത്താക്കണം തീരുമാനിച്ചു. എല്ലാ ദിവസവും ഈ കുട്ടി വളരെ പെട്ടെന്ന് ഓടിയെത്തും വീട്ടിൽ. പിതാവിന് സേവനം ചെയ്യും, പിതാവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, ശുശ്രൂഷ ചെയ്യും. പിശാച് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാവില്ല. പിശാച് പെണ്ണിന്റെ രൂപത്തിലും വരും. പെണ്ണിന്റെ രൂപത്തിൽ പിശാച് വരാനുള്ള സാധ്യത പുരുഷന്റെ ജീവിതത്തിൽ വളരെ കൂടുതലാണ്. ജാഗ്രത അനിവാര്യമാണ്. ജാഗ്രത ഇല്ലാത്തവൻ അടിപതറിപ്പോകും. ഈ ചെറുപ്പക്കാരനെ പറ്റി സ്ത്രീ തീരുമാനിച്ചു അവൻ എങ്ങനെങ്കിലും വലയിൽ വീശണം. ചെറുപ്പക്കാരനത് മനസ്സിലായി. അവളുടെ പ്രലോഭനങ്ങൾക്ക് വശംവദനാകാതെ ധീരമായി ചെറുത്തു നിന്ന് അവൻ അവളെ അവഗണിച്ചു തന്നെ പോയി. പക്ഷെ ഒരു ദിവസം ഈ സ്ത്രീയുടെ ഒരു ദുർമന്ത്രണത്തിൽ ഈ ചെറുപ്പക്കാരൻ അല്പസമയം സ്വാധീനിക്കപ്പെടുന്ന ഘട്ടത്തിലെത്തി. അവളെ അവൻ തിരിഞ്ഞു നോക്കി, പിതാവിന്റെ അടുക്കിലേക്ക് പോയിരുന്നു. അങ്ങനെ ഈ പെണ്ണിന്റെ അടുക്കിലേക്ക് ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുമ്പോ പെട്ടെന്ന് അവന്റെ മനസ്സിൽ വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തം തെളിഞ്ഞു വന്നു. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. മനുഷ്യന്റെ ആത്മീയ പ്രകാശം അവനെ എങ്ങനെ നന്നാക്കി തീർക്കുന്നു, തെറ്റിൽ നിന്ന് തടയുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണിത്. ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഈ സൂക്തം, ഈ ഖുർആന്റെ സൂക്തമോർത്തു. ദൈവഭയമുള്ള ആളുകളെ എങ്ങാനും പിശാചിന്റെ വല്ല ദുർബോധനവും സ്പർശിച്ചാൽ, ദൈവഭയമുള്ളവരെ പിശാചിന്റെ ദുർബോധനം സ്പർശിച്ചാൽ തദക്കറു, പെട്ടെന്ന് ബോധം വരും. ദൈവഭയമുള്ളവർക്ക് പെട്ടെന്ന് ബോധം വരും. ഒരു ഉള്ളുന്നൊരു ഓർമ്മ വരും, ഒരു ഉണർത്തൽ വരും, ഒന്ന് തട്ടി ഉണർത്തു. ഖുർആൻ പറയാണ്, ഇത് ഖുർആന്റെ സൂക്തമാണ്. ഈ കുട്ടി തോർത്തു, ഒരു സെക്കൻഡ്, തദക്കറു, ഓർമ്മ വരും. ഫഇദാ ഹും മുബ്സിറൂൻ. അത്ഭുതകരമേ ഖുർആന്റെ വിളംബരം. അതോടെ അവർക്ക് കാഴ്ച ലഭിക്കുകയായി. അതോടെ കാഴ്ച ലഭിക്കുകയായി. എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോവാൻ ഞാൻ, ഈ പിശാചിതാ വന്നിരിക്കണ്. എന്റെ പിതാവിന്റെ അടുക്കലേക്ക് സേവനം ചെയ്യാൻ പോണ എന്നെ മുടക്കാൻ, എന്നെ നശിപ്പിക്കാൻ ഇതാ ശൈത്താൻ, പിശാച് വന്നിരിക്കണ്. കാണുകയായി. കുട്ടി ബോധം കെട്ടുപോയി. ഖുർആന്റെ ഈ സൂക്തം മനസ്സിൽ തെളിഞ്ഞതോടെ ചെറുപ്പക്കാരൻ ബോധരഹിതനായി, മോഹാലിസപ്പെട്ടു വീണു. താങ്ങി പിടിച്ച് എല്ലാരും കൂടി പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. വാത്സല്യമുള്ള ബാപ്പ മോനെ തലോടി. കുട്ടി ബോധം കെട്ട് കിടക്കുകയാണ്. മോഹാലസ്യത്തിൽ നിന്ന് മോനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഉണർന്നു. മോനെ, നിനക്ക് എന്ത് പറ്റിയടാ എന്റെ പൊന്നുമോനെ? വാത്സല്യത്തോടെ പിതാവ് ചോദിച്ചു. ബാപ്പ, ഞാനിങ്ങനെ വരുന്ന വഴിക്ക് കുട്ടി പറയാൻ വളരെ പ്രയാസപ്പെട്ട് ഒരു സ്ത്രീ എന്നെ കീഴടക്കാൻ ശ്രമിച്ച് ഞാൻ ബാപ്പാന്റെ അടുക്കലേക്ക് വരികയായിരുന്നു. ഞാൻ അങ്ങനെ അവൾക്ക് വശംവദനാകുന്നുള്ള ഘട്ടം വന്നപ്പോ എന്റെ മനസ്സിൽ വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തം ഓർമ്മയിൽ വന്നു. അത് ഞാൻ ചൊല്ലി. ഏത് സൂക്തമാണടാ മോനെ നീ ചൊല്ലിയത്? ബാപ്പ കൗതുകത്തോടെ ചോദിച്ചു. കുട്ടി ചൊല്ലാൻ തുടങ്ങി. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ആ ആയത്തോതിയതോടെ കുട്ടി വീണ്ടും ബോധം കിട്ടും. ഖുർആന്റെ ഒരു ആത്മീയതയുടെ ഒരു ശക്തി. കുട്ടി മോഹാലസ്യപ്പെട്ടു വീണ്ടും. ദിവസങ്ങളോളം കടന്നു, ഉണർന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ മരണപ്പെട്ടു. ആ മോഹാലസ്യത്തിൽ മരണപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. നാട് ഭരിക്കുന്ന കാലമാണ്. കഥയല്ല, ഐതിഹ്യമല്ല, ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം കേട്ടു. ചെറുപ്പക്കാരന്റെ ഖബറടക്കം കഴിഞ്ഞു എന്ന് കേട്ടു. ഖബറിന്റെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. ഖബറിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തം ചൊല്ലി. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ.
തന്റെ നാഥനായ തന്റെ നിയന്താവായ രക്ഷകനായ ദൈവത്തിന്റെ സന്നിധിയെ ആര് ഭയപ്പെട്ടോ അവന് 2 സ്വർഗോദ്യാനങ്ങളുണ്ട്, 2 സ്വർഗീയ ഉദ്യാനങ്ങളുണ്ട്. ദൈവത്തിന്റെ സന്നിധിയെ ഭയപ്പെട്ട ദാസന് 2 സ്വർഗീയ ഉദ്യാനങ്ങളുണ്ട്. ഖബറിന്റെ അകത്തുനിന്ന് മറുപടി വന്നൊന്നാണ്, അള്ളാഹു എനിക്ക് ആ ഉദ്യാനങ്ങൾ നൽകിയിരിക്കുന്നു എന്ന്. ഈ ദൈവഭയമാണെന്ന ആവശ്യം മനസ്സിലായിട്ടുണ്ടോ? വല്ല വല്ല നഗരങ്ങളിലൊക്കെ ജീവിക്കുമ്പോ ഇത് ഓർക്കുക.